ദശകം 39 യോഗമായ പ്രാദുർഭാവവും കൃഷ്ണജന്മോത്സവവും. ഭവന്തമയമുദ്വഹൻ യതുകുലോദ്വഹോ നിസ്സരൻ ദദർശഗഗനോച്ചല ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സപുനരൈന്ദ്രജാലോദിതോ ജലൗഖൈവ തക്ഷണാത് പ്രപദമേയതാമായയൗ. ഭവന്തം അയം ഉദ്വഹൻ യദുകുല ഉദ്വഹ നിസ്സരൻ ദദർശ ഗഗനോച്ചല ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സഹ പുനഃ ഐന്ദ്രജാല ഉദിതഃ ജലൗഖ ഇവ തക്ഷണാത് പ്രപദമേയതാം ആയയോ. ഭവന്തം അയമുദ്വഹൻ യദുകുലോദ്വഹ നിസ്സരൻ. അപ്പോൾ മാത്രം ജാതനായ ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഉദ്വഹൻ എടുത്തുകൊണ്ട് യദുകുലോദ്വഹോ നിസ്സരൻ അയം യദുകുലോദ്വഹ, ഈ യദുകുല ശ്രേഷ്ഠൻ വസുദേവർ നിസ്സരൻ ആ ഈറ്റിലത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ബന്ധനസ്ഥരായി കിടക്കുകയല്ലേ ആ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ എടുത്തുകൊണ്ട് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ദദർശ ഗഗനോച്ചല ജലഭരാം കളിന്ദാത്മജാം. അപ്പോൾ എന്താണ് കണ്ടത്? ദദർശ എന്ത് കണ്ടു? ഗഗനോച്ചല ജലഭരാം കളിന്ദാത്മജാം. ആ കാളിന്തിയിലേക്ക് എത്തിയപ്പോൾ കാളിന്തിയിലെ വെള്ളം കണ്ടപ്പോൾ വസുദേവർ ഓർത്തുപോയി ഇത് എങ്ങനെ അക്കരെ കടക്കും എന്ന് വിഷമിച്ചു പോയി. അപ്പോൾ ആ സമയത്ത് അഹോ ആശ്ചര്യം എന്ന് പറയട്ടെ, സലില സഞ്ജയ ആ ജലത്തിൻ്റെ കൂട്ടം, അത് സഹ പുനഃ ഐന്ദ്രജാലോദിത, അത് ഇന്ദ്രജാല വിദ്യ മൂലം ഉയർന്നതായി തോന്നിയ ജലം പെട്ടെന്ന് തന്നെ ജലൗഖൈവ തക്ഷണാത് പ്രപദമേയതാമായയോ. അത്ര ആ ജലം മുഴുവൻ എവിടെ പോയി എന്നറിയില്ല. നോക്കിയപ്പോൾ വസുദേവരുടെ കാല് നനയാനുള്ള വെള്ളം മാത്രമായി തീർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് യോഗമായാദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനായിട്ട് ഭഗവാനാൽ പ്രചോദിതനായ വസുദേവർ ഭഗവാനെ തൻ്റെ കയ്യിലെടുത്തുകൊണ്ട് പുറപ്പെട്ടതാണ് ആ കാരാഗൃഹത്തിൽ നിന്ന്. അപ്പോഴാണ് കാളിന്തിയുടെ അടുത്ത് ചെന്നപ്പോൾ ആ കാളിന്തി നിറഞ്ഞു നിൽക്കുന്ന ആ ജലം കണ്ടപ്പോൾ വസുദേവർക്ക് എന്തെന്നില്ലാത്ത വിഷമം തോന്നി. എങ്ങനെ ഇതിനെ മറികടക്കും എന്നുള്ള ചിന്തയായപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ഇന്ദ്രജാല വിദ്യ കൊണ്ട് കൃത്രിമമായി ഉണ്ടാക്കപ്പെട്ട ഒരു നദി എങ്ങനെയാണോ ആ ഇന്ദ്രജാലം മാറിയപ്പോൾ ഇല്ലാതായത് എന്ന് പറഞ്ഞതുപോലെ കേവലം വസുദേവരുടെ പാദങ്ങളെ നനയ്ക്കുന്ന അത്ര വെള്ളം മാത്രമായി ചുരുങ്ങി എന്നർത്ഥം. ഭവന്തമയമുദ്വഹൻ യദുകുലോദ്വഹോ നിസ്സരൻ ദദർശ ഗഗനോച്ചല ജലഭരാം കളിന്ദാത്മജാം അഹോ സലില സഞ്ജയ സപുനരൈന്ദ്രജാലോദിതോ ജലൗഖൈവ തക്ഷണാത് പ്രപദമേയതാമായയോ. പ്രസുപ്ത പശുബാലികാം നിഭൃതമാരുദത് ബാലികാം അപാവൃത കവാടികാം പശുഭവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവ തൽപകേ തത്പദാത് വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗത. പ്രസുപ്ത പശുപാലികാം നിഭൃതം ആരുദത് ബാലികാം അപാവൃത കവാടികാം പശുഭവാടികാം ആവിശൻ ഭവന്തം അയം അർപ്പയൻ പ്രസവതൽപകേ തത്പദാത് വഹൻ കപടകന്യകാം സ്വപുരം ആഗതഃ വേഗതഃ. പ്രസുപ്ത പശുപാലികാം. അപ്പോൾ ഈ വസുദേവർ അമ്പാടിയിലേക്ക് എത്തിച്ചേർന്നു ഭഗവാനെയും വഹിച്ചുകൊണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ രംഗമാണ് വർണ്ണിക്കുന്നത്. പ്രസുപ്ത പശുപാലികാം, ആ അമ്പാടിയിലുണ്ടായിരുന്ന ഗോപസ്ത്രീകളൊക്കെ എന്തെന്നില്ലാതെ ഉറക്കത്തിൽപ്പെട്ടുപോയി. നിഭൃതം ആരുദത് ബാലികാം. അപ്പോൾ ഈ യോഗമായ ദേവിയുടെ അപ്പോൾ മാത്രം ജനിച്ചിരിക്കുന്ന ആ കുട്ടി, ആ ബാലികയുടെ ഒരു ചെറിയ കരച്ചിൽ മാത്രം കേൾക്കാം. അപ്പോൾ ഇന്നിടത്താണ് വസുദേവർക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു സൂചന പോലെ ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ടു. അപ്പോൾ നോക്കിയപ്പോഴോ അപാവൃത കവാടികാം, എല്ലാ വാതിലുകളും തുറന്നു കിടക്കുകയാണ്. പശുഭവാടികാം ആവിശൻ, ആ അമ്പാടിയിലേക്ക് വസുദേവർ പ്രവേശിച്ചു. എന്നിട്ട് ഭവന്തം അയം അർപ്പയൻ, ഭഗവാനെ അങ്ങയെ ഇയാൾ ഈ വസുദേവർ അവിടെ
അർപ്പിച്ചു. എവിടെ? പ്രസവ തൽപ്പകേ. യശോദാദേവി പ്രസവിച്ച് കിടന്ന ആ തൽപ്പത്തിൽ, ആ കിടക്കയിൽ ഭഗവാനെ കിടത്തി. എന്നിട്ട് തത്പദാത്, അവിടെ നിന്നും വഹിച്ചു. എന്തിനെ വഹിച്ചു? കപടകന്യകാം, ആ യോഗമായ ദേവിയാകുന്ന ബാലികയെ എടുത്തു വസുദേവർ. എന്നിട്ട് സ്വപുരം ആഗത വേഗത, വളരെ പെട്ടെന്ന് തന്നെ സ്വന്തം പുരിയിലേക്ക് പോന്നു, മധുരയിലേക്ക് പോന്നു. അപ്പോൾ ഭഗവാന്റെ പ്രേരണ അനുസരിച്ച് ഒരു വെച്ചുമാറ്റത്തിന് വേണ്ടിയാണ് വസുദേവരെ പ്രേരിപ്പിച്ചത് ഭഗവാൻ. അപ്പോൾ ഇവിടെയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ബാലസ്വരൂപത്തെ അമ്പാടിയിൽ കൊണ്ടുവന്ന് കിടത്തി. അവിടെ യശോദാദേവി അപ്പോൾ മാത്രം പ്രസവിച്ചിരിക്കുന്ന ആ പെൺകുഞ്ഞിനെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കിടത്തണം എന്നുള്ളതാണ് വസുദേവരുടെ നിയോഗം. അതിനായിട്ട് വസുദേവർ അങ്ങ് പുറപ്പെട്ടു. അവിടെ ചെന്നു. ആ ചെല്ലുന്ന വഴിക്ക് അവിടെ കുട്ടിയുടെ ചെറിയ കരച്ചിൽ മാത്രം കേട്ടതുകൊണ്ടും മറ്റുള്ളവരെല്ലാവരും ഗാഢമായ ഉറക്കത്തിലായിരുന്നതുകൊണ്ടും അപ്പോൾ ആ പ്രസവിച്ച കുട്ടി ആണോ പെണ്ണോ എന്ന് പോലും അവർ അറിയാതിരുന്നതുമായ ഒരു സാഹചര്യത്തിൽ ഈ ശ്രീകൃഷ്ണ ഭഗവാനെ അവിടെ കൊണ്ട് യശോദാദേവിയുടെ കിടക്കയിൽ കിടത്തിയിട്ട് അവിടെ നിന്നും ആ യോഗമായ ദേവിയെ എടുത്തുകൊണ്ട് വസുദേവർ തിരികെ മഥുരയിലേക്ക് വന്നു. പ്രസുപ്ത പശുപാലികാം നിവൃതമാരുതബാലികാം അപാവൃത കവാടികാം പശുപവാടികാമാവിശൻ ഭവന്തമയമർപ്പയൻ പ്രസവതൽപകേ തത്പദാത് വഹൻ കപടകന്യകാം സ്വപുരമാഗതോ വേഗതാ തതസ്തദനുജാരവക്ഷപിത നിദ്രവേഗദ്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈവാർത്തിമാൻ വിമുക്തജിഗുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരെ കന്യകാം തതഃ ത്വദനുജ ആരവക്ഷപിത നിദ്രവേഗദ്രവത് ഭടോത്കര നിവേദിത പ്രസവവാർത്തയാ ഏവ ആർത്തിമാൻ വിമുക്തചിഗിരോത്കരഃ ത്വരിതം ആപതൻ ഭോജരാട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ ഭഗിനികാകരെ കന്യകാം. തതഃ അനന്തരം ത്വദ് അനുജാരവക്ഷപിത നിദ്രവേഗദ്രവത്, ഭഗവാന്റെ അനുജത്തിയായിരിക്കുന്ന ഈ യോഗമായ ദേവിയുടെ ആരവം, കരച്ചിലൊക്കെ കേട്ട് ക്ഷപിത നിദ്രവേഗദ്രവ, തടയപ്പെട്ട ഉറക്കത്തോടു കൂടിയവരായിരുന്ന ആ ഭടോത്കര, ആ ഭടന്മാരുടെ കൂട്ടം, അവരാൽ നിവേദിത പ്രസവ വാർത്തയ ഏവ, അവർ വന്ന് ആ ഭടന്മാർ വന്ന് പറയപ്പെട്ട പ്രസവ വാർത്തയെ അറിഞ്ഞ കംസൻ ആർത്തിമാൻ ദുഃഖിതനായി, വിമുക്ത ചിഗുരോത്കര, അയാൾ അഴിഞ്ഞ തലമുടി ഒന്ന് ഒതുക്കി കെട്ടാൻ പോലും നിൽക്കാതെ വിമുക്ത ചിഗിരോത്കര ത്വരിതമാപതൻ ഭോജരാട്, വളരെ പെട്ടെന്ന് തന്നെ കാരാഗൃഹത്തിലേക്ക് ഓടി വന്നു ഭോജരാജാവായ കംസൻ. എന്നിട്ട് അതുഷ്ട ഇവ ദൃഷ്ടവാൻ, ഇയാൾക്ക് കണ്ട കാഴ്ച കൊണ്ടൊട്ടും സന്തോഷമല്ല ഉണ്ടായത്. ഭഗിനികാകരെ കന്യകാം, പെങ്ങളുടെ കയ്യിൽ കണ്ടത് പെൺകുഞ്ഞിനെയായിരുന്നു. ഇയാൾ പ്രതീക്ഷിച്ച അതല്ല, 8ാമത്തെ കുട്ടിയല്ലേ, അത് പുത്രനായിരിക്കും, ആൺകുട്ടിയായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ചെന്ന് കണ്ടപ്പോൾ പെങ്ങളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് മനസ്സിലായപ്പോൾ ആൾക്ക് അത്ര സന്തോഷമൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ആകാശവാണി അനുസരിച്ച് ദേവകി ദേവിയിൽ നിന്ന് ഉണ്ടാകുന്ന 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നാണ് കംസനോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ കംസൻ 8ാമത്തെ ഈ കുട്ടി തീർച്ചയായും ഒരു ആൺകുട്ടിയായിരിക്കും, അത് ശ്രീകൃഷ്ണനായിരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം പ്രതീക്ഷിച്ചു ഇയാൾ? ദേവകി ദേവിയുടെ വിവാഹ ദിവസം കേട്ട ശരീരമാണ്. അത് കഴിഞ്ഞിട്ടും 8 കുട്ടികളുണ്ടായി. അത്രയും കാലം ഇയാൾ കാത്തിരിക്കുകയായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാനെ. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരായാലും തന്നെ നിരന്തരമായി സ്മരിക്കുന്നവർ തൻ്റെ ഭക്തന്മാരാണ്. അത് ഏത് ഭാവത്തിലായാലും, സ്നേഹത്തോടെ ആയാലും ശത്രുതയോടെ ആയാലും എല്ലാം ഭഗവാന് തുല്യമാണ്. കാരണം ഭഗവാൻ ആരോടും ഇവിടെ ശത്രുത കാണിക്കാനില്ല, എല്ലാവരും ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. അപ്പോൾ പിന്നെ ആരോട് ദേഷിക്കാൻ? വേണ്ട. അപ്പോൾ 8 പുത്രന്മാരുണ്ടാകുന്നത് വരെ കാത്തിരുന്നു. ഇനിയും കംസനെ വധിക്കുന്നത് ഭഗവാന്റെ 11ാമത്തെ വയസ്സിലാണ്.
അപ്പോൾ 11 8 19 20 വർഷം എങ്ങനെയും അല്ലേ, അതിനേക്കാൾ അധികം, അത് കുറഞ്ഞത്, അതിനേക്കാൾ അധികം എന്തായാലും ഈ കംസൻ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വർഷം നിരന്തരമായിട്ട് ഇയാൾ ധ്യാനിക്കുകയാണ് ഭഗവാനെ അല്ലേ. നമ്മളും ഇങ്ങനെ തുടക്കത്തിൽ ഏത് ഭാവത്തിൽ ധ്യാനിച്ച് തുടങ്ങിയാലും അവസാനം ഭഗവാനിലേക്ക് എത്തുമ്പോൾ അത് ഭഗവാനുള്ള പൂജാപുഷ്പം തന്നെയാകുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഭഗവാന് ആ ഭഗവാന്റേതായ അവതാരോദ്ദേശം നിറവേറ്റാനായിട്ടാണ് ഇവിടെ വരുന്നത്, അവതരിക്കുന്നത്. അതിന് ആദ്യം കംസനാണ് അതിന് പാത്രമാകുന്നത്, അല്ലെങ്കിൽ അതിനെ ദുഷ്ടന്മാരെ രാജാക്കന്മാരെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് ആദ്യത്തെ ആളായിത്തീരുന്നത് കംസനാണ്. തതസ്തനുജാരവ ക്ഷപിത നിദ്രവേഗദ്രവത് ഭടോത്കര നിവേദിത പ്രസവ വാർത്തയൈ വാർത്തിമാൻ വിമുക്തജിഗുരോത്കരസ്ത്വരിതമാപതൻ ഭോജരാട് അതുഷ്ടൈവ ദൃഷ്ടവാൻ ഭഗിനികാകരെ കന്യകാം ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേത് അസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദിവോ നളിനികാന്തരാ ദിവമൃണാളികാമാക്ഷിപൻ അയം ത്വദനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേത് അസൗ ഇത് കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദിവോ നളിനികാന്തരാത് ഇവ മൃണാളികാം ആക്ഷിപൻ അയം ത്വദനുജാം അജാം ഉപലപട്ടകേ പിഷ്ടവാൻ ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേത് അസൗ ധ്രുവം നിശ്ചയമായും അല്ലെങ്കിൽ തീർച്ചയായും ഇത് കപടശാലിയായിരിക്കുന്ന ആ മധുഹരൻ, മധുവൈരി, മധു എന്ന അസുര വധിച്ച ആ വിഷ്ണുവിൻ്റെ മായാഭവേത് മായയായിരിക്കാം. തീർച്ചയായും ഇത് ആ വിഷ്ണു ഭഗവാന്റെ മായയായിരിക്കാം ഈ ഒരു പെൺകുട്ടിയായിട്ട് വന്നിരിക്കുന്നത്. കാരണം പല രൂപങ്ങളും ധരിക്കുന്നയാളാണ് വിഷ്ണു. അയാൾക്കൊരു പെൺകുഞ്ഞിൻ്റെ രൂപം ധരിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത് എന്നാണ് ഈ കംസൻ മനസ്സിൽ ചിന്തിക്കുന്നത്. അസൗ ഇത് കിശോരികാം ഭഗിനികാകരാലംഘിതാം ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ആ പെൺകുഞ്ഞിനെ ഭഗിനികയുടെ കരത്തിൽ നിന്ന് കരാലിംഗിതാം ആ എന്താ പറയുക ദേവകി ദേവി ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ കുട്ടിയെ. ഇതിന് മുൻപുണ്ടായിരുന്ന 6 ആൺകുഞ്ഞുങ്ങളെ കൊന്നവനല്ലേ അങ്ങ്, ഇത് ഒരു പെൺകുഞ്ഞാണ്. 7ാമത്തത് സ്രവിച്ചു പോയി, അലസിപ്പോയി. ഇത് 8ാമത്തെ ഒരു പെൺകുഞ്ഞാണ്, ഇതിനെങ്കിലും എനിക്ക് തന്നുകൂടെ എന്നുള്ള ചോദ്യഭാവത്തോടു കൂടിയാണ് ഇതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത്, തരില്ല എന്നുള്ള ഭാവേന. അപ്പോൾ ഈ കംസൻ എന്താ ചെയ്തത്? ദ്വിപഹ നളിനികാന്തരാത് ഇവ മൃണാളികാമാക്ഷിപൻ ഒരു താമര പൊയ്കയിൽ നിന്ന് എങ്ങനെയാണ് ദ്വിപഹ, ദ്വിപം എന്ന് പറഞ്ഞാൽ ആന, ആന എങ്ങനെയാണ് ഒരു താമര പൊയ്കയിൽ നിന്ന് ഒരു താമര വളയത്തെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ അയം ഇയാൾ ഈ കംസൻ ത്വദനുജാം അങ്ങയുടെ അനുജയായിരിക്കുന്ന യോഗമായ ദേവിയെ അജാം, അജ എന്ന് പറഞ്ഞാൽ ജന്മനാശാദികളില്ലാത്തവൾ, ഇങ്ങനെ ജന്മവും മരണവും ഇല്ലാത്തവളാണ് അജ എന്ന് പറയുന്നത്. അപ്പോൾ യോഗമായ ദേവി അങ്ങനെയുള്ള ആളാണ്, ജനനവും മരണവും ഇല്ലാത്തതാണ്, ഒരവതാരം എടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ദേവിയെ ഉപലപട്ടകെ പിഷ്ടവാൻ ഒരു കല്ലിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഒരു പാറപ്പുറത്ത് കൊണ്ടുപോയിട്ട് പിഷ്ടവാൻ ആഞ്ഞടിച്ചു. അപ്പോൾ ഈ സഹോദരിയായിരിക്കുന്ന ദേവകി ദേവിയുടെ കരങ്ങളിൽ ഇരിക്കുന്ന ആ കുട്ടി പെൺകുഞ്ഞാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഭോജരാജാവായ കംസന് തോന്നി ഇത് ആ വിഷ്ണുവിൻ്റെ തന്നെ ഒരു മായയായിരിക്കാം. പല രൂപങ്ങൾ പല ആവശ്യങ്ങൾക്കായി ധരിച്ചിട്ടുള്ള ആ വിഷ്ണുവിന് ഒരു പെൺകുഞ്ഞിൻ്റെ രൂപം ധരിക്കുക ഒട്ടും വിഷമമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഈ മായയൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്നുള്ള ഭാവത്തിൽ ദേവകി ദേവിയുടെ കൈകളിൽ ഇങ്ങനെ വളരെ ഭദ്രമായി പിടിച്ച് വയ്ക്കപ്പെട്ടിട്ടുള്ള ആ പെൺകുഞ്ഞിനെ ഏത് പ്രകാരത്തിലാണോ ഒരു ആന താമര പൊയ്കയിൽ നിന്നൊരു താമര വളയത്തെ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത് എന്നതുപോലെ ആ പെൺകുഞ്ഞിനെ ദേവകി ദേവിയുടെ കയ്യിൽ നിന്നും വലിച്ച് പറിച്ചെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു പാറപ്പുറത്ത് അടിച്ചു. ധ്രുവം കപടശാലിനോ മധുഹരസ്യ മായാ ഭവേൻ അസാവിധി കിശോരികാം ഭഗിനികാകരാലിംഗിതാം ദിവോ നളിനികാന്തരാ ദിവമൃണാളികാ ആക്ഷിപൻ
അയം ത്വദനുജാമജാമുപലപട്ടകേ പിഷ്ടവാൻ തതോ ഭവതുപാസകോ ജഡിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സാ സമധിരൂഢരൂപാന്തരാ അധസ്ഥലമജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗദാ കില വിഹായ സാ ദിദ്യുതേ തതഃ ഭവതുപാസകഃ ജഡിതി മൃത്യുപാശാത് ഇവ പ്രമുച്യ തരസാ ഏവ സാ സമധിരൂഢരൂപാന്തരാ അധസ്ഥലം അജഗ്മുഷി വികസത് അഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗദാ കില വിഹായ സാ ദിദ്യുതേ തതഃ ഭവതുപാസകഃ ജഡിതി മൃത്യുപാശാദിവ അനന്തരം ഭഗവാന്റെ ഉപാസകന്മാർ പെട്ടെന്ന് മൃത്യുവിൽ നിന്ന് എങ്ങനെയാണോ മോചിതരാകുന്നത് എന്ന് പറയുന്നത് പോലെ പ്രമുച്യ തരസായേവ ഈ കംസൻ്റെ കയ്യിൽ നിന്നും യോഗമായ ദേവി പെൺകുഞ്ഞ് പെട്ടെന്ന് മോചിതയായി. എന്നിട്ട് അവൾ സമധിരൂഢ രൂപാന്തര ഒരു പ്രത്യേകമായ ഒരു കാർത്യായനി രൂപം ധരിച്ചു. എന്നിട്ട് അധസ്ഥലം അജഗ്മുഷി താഴോട്ട് വന്നില്ല, താഴോട്ട് വീണില്ല ഈ കുട്ടി. വികസത് അഷ്ടബാഹുസ്ഫുരൻ 8 കൈകളെ ശോഭിപ്പിക്കുന്നതായിട്ടുള്ള ആ മഹായുധം ആയുധങ്ങളെയൊക്കെ ധരിച്ചുകൊണ്ടുള്ള രൂപം ഇങ്ങനെ ഗദ കില വിഹായ സാധിദ്യുത അത് ആകാശത്തേക്ക് പോയിട്ട് മുകളിൽ നിന്നിങ്ങനെ ശോഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് പ്രകാരത്തിലാണോ ഭഗവാന്റെ ഉപാസകന്മാർ പെട്ടെന്ന് തന്നെ മൃത്യുവിൻ്റെ പാശങ്ങളിൽ നിന്ന് മോചിതരാകുന്നത്, അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ യോഗമായ ദേവിയാകുന്ന ആ പെൺകുഞ്ഞ് കംസൻ്റെ കൈകളിൽ നിന്ന് മോചിതയായിട്ട് ഒരു ദിവ്യമായ കാർത്യായനി രൂപം ധരിച്ചു. അത് താഴേക്ക് വീഴാതെ പെട്ടെന്ന് തന്നെ തൻ്റെ 8 കൈകളെയും പ്രദർശിപ്പിച്ചുകൊണ്ട് ശ്രേഷ്ഠങ്ങളായ ആയുധങ്ങളെയൊക്കെ ധരിച്ചുകൊണ്ട് ആകാശത്തിൽ പ്രശോഭിച്ചു. അപ്പോൾ എന്താണ് ഭവതുപാസകോ ജഡിതി മൃത്യുപാശാദിവ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഭഗവാന്റെ ഉപാസകന്മാർ എങ്ങനെയാണോ അന്ധകരിൽ നിന്ന് രക്ഷ നേടുന്നത്, അതായത് നമ്മൾ 22-ാം ദശകത്തിൽ അജാമിളോപാഖ്യാനം എന്ന് പറയുന്നൊരു കഥാഗോളം പഠിച്ചു. അവിടെ പറഞ്ഞിരുന്നത് ഭഗവാന്റെ നാമങ്ങളെ ഉച്ചരിച്ചത് കൊണ്ട് വിഷ്ണു ഭഗവാന്റെ പാർഷദന്മാർ വന്ന് യമപാർഷദന്മാരിൽ നിന്ന് അജാമിളനെ മോചിപ്പിച്ചു എന്നായിരുന്നു. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നവരെ തീർച്ചയായും ഈ വിഷ്ണു പാർഷദന്മാർ വന്ന് രക്ഷിക്കും, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ സ്വയം വന്ന് രക്ഷിക്കും എന്നതുപോലെ ഇവിടെ ഈ യോഗമായ ദേവിയും കംസൻ്റെ കൈകളിൽ നിന്ന് മോചിതയായി എന്നാണ് പറയുന്നത്. തതോ ഭവതുപാസകോ ജഡിതി മൃത്യുപാശാദിവ പ്രമുച്യതരസൈവ സാ സമധിരൂഢരൂപാന്തര അധസ്ഥലമജഗ്മുഷി വികസദഷ്ടബാഹുസ്ഫുരൻ മഹായുധമഹോ ഗദാ കില വിഹായ സാ ദിദ്യുതേ നൃശംസധരകംസദേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേഹിദം ഇതി ത്വദനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവിജ മന്ദിരാണ്യേയുഷി നൃശംസധര കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വദനുജാ വിഭോ ഖലം ഉദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായുധാ ഭുവിജ മന്ദിരാണി ഏയുഷി. നൃശംസധര കംസ, അല്ലയോ ദുഷ്ടനായ കംസ. അപ്പോൾ ഈ ദേവി ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങി നിന്നുകൊണ്ട് 8 കൈകളിലും 8 ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് നിന്ന് ശോഭിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ ദേവി കംസനോട് പറയുകയാണ്, അല്ലയോ ദുഷ്ടനായ കംസ, തേ കിമുമയാ വിനിഷ്പിഷ്ടയാ, എന്നെ വധിച്ചത് കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം കംസ? ബഭൂവ ഭവദ് അന്തകഃ ക്വചന, നിൻ്റെ അന്തകൻ എവിടെയോ ഒരിടത്ത് ഭൂജാതനായിട്ടുണ്ട്. ചിന്ത്യതാം തേഹിതം, നിൻ്റെ നന്മ എന്താണോ നീ അതിനെ ചിന്തിക്കുക, വെറുതെ എന്നെ വന്ന് കൊന്നിട്ടൊന്നും കാര്യമില്ല. ഇതി ഇപ്രകാരം ത്വദനുജാ വിഭോ, അങ്ങയുടെ അനുജത്തിയായിരിക്കുന്ന ആ യോഗമായ ദേവി ഖലം ദുഷ്ടനായ
തം ഉദീര്യ അവനോട് പറഞ്ഞു, ആ കംസനോട് പറഞ്ഞു. എന്നിട്ട് ജഗ്മുഷി, അത് കഴിഞ്ഞിട്ട് ആ ദേവി അപ്രത്യക്ഷയായി. മരുദ്ഗണപണായിത ഭുവിജ മന്ദിരാണി ഏയുഷി. മരുദ്ഗണപണായിത, അപ്പോൾ ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ടവളായി തീർന്നു ആ ദേവി. ആ ദേവി എന്ത് ചെയ്തു? മന്ദിരാണി ഏയുഷി, പല പല ക്ഷേത്രങ്ങളിലും ചെന്ന് കുടികൊണ്ടു ദേവിയായിട്ട് എന്നാണ്. അപ്പോൾ ആകാശമാർഗത്തിലേക്ക് ഉയർന്നു പൊങ്ങിയ ആ കാർത്യായനി ദേവി കംസനെ നോക്കിക്കൊണ്ട് പറയണം, ദുഷ്ടനായ കംസ, എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? നിൻ്റെ അന്തകൻ ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞു. നിനക്ക് എന്താണോ ഹിതമായിട്ടുള്ളത് നീ അതിനെ ചിന്തിച്ചുകൊള്ളൂ. ഇപ്രകാരമുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് യോഗമായ ദേവി ആകാശമാർഗത്തിൽ നിന്ന് അപ്രത്യക്ഷയായി. അപ്പോൾ ദേവഗണങ്ങളെല്ലാം ദേവിയെ സ്തുതിച്ച് ആ ദേവി ഭൂമിയിലുള്ള പല പല ക്ഷേത്രങ്ങളിലും ചെന്ന് കുടികൊള്ളുന്നവളായി ഭവിച്ചു. നൃശംസധര കംസതേ കിമുമയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തക ക്വചന ചിന്ത്യതാം തേഹിതം ഇതി ത്വദനുജാ വിഭോഖലമുദീരതം ജഗ്മുഷി മരുദ്ഗണപണായിത ഭുവിജ മന്ദിരാണീയുഷി പ്രഗേ പുനരഗാത്മജാ വചനമീരിതാ ഭൂഭുജ പ്രലംബഭഗപൂതന പ്രമുഖ ദാനവാ മാനിന ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈ. പ്രഗേ പുനഃ അഗാത്മജാ വചനം ഈരിത ഭൂഭുജ പ്രലംബ ബഗ പൂതന പ്രമുഖ ദാനവ മാനിനഃ ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രമുഹു നിർഭയാഃ കുമാരക വിമാരകാഃ കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. പ്രഗേ, അടുത്ത പ്രഭാതത്തിൽ, പുനഃ വീണ്ടും, അഗാത്മജാവചനം, ആ ദേവി പറഞ്ഞ വാക്കുകളെ, ഈരിതാ ഭൂഭുജ, ഈ രാജാവായ കംസൻ മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പോൾ തലേനാൾ ഉണ്ടായ സംഭവത്തെ കംസൻ എല്ലാവരോടും വിശദീകരിച്ചു എന്നർത്ഥം. ആ സമയത്ത് കംസൻ്റെ രാജധാനി ഉണ്ടായിരുന്നവരാണ് പ്രലംബൻ, ബഗൻ, പൂതന തുടങ്ങിയ രാക്ഷസിമാരെല്ലാം. അവരെല്ലാം വളരെ ആദരിക്കുന്നവനാണ് കംസൻ. അപ്പോൾ അവരെല്ലാം എന്താ ചെയ്തത്? ഭവന്നിധന കാമ്യയാ ജഗത് ബഭ്രമുഹു നിർഭയാഹ, ഭഗവാനെ നിധനം വധം ചെയ്യുവാനായിട്ട് കാമ്യയ ആഗ്രഹമുള്ളവരായിട്ട് ജഗതി ഈ ഭൂമിയിൽ മുഴുവൻ ബഭ്രമുഹു ചുറ്റി നടന്നു, നിർഭയാഹ യാതൊരു ഭയവും കൂടാതെ, കുമാരക വിമാരകാഹ കിട്ടുന്ന കുട്ടികളെയൊക്കെ വധിക്കുന്നവരായിട്ട് ഇവർ ഭൂമിയിൽ മുഴുവൻ ചുറ്റി നടന്നു. കിമിവ ദുഷ്കരം നിഷ്കൃപൈഹി, കൃപയില്ലാത്ത ആളുകൾക്ക് എന്താണ് ചെയ്യാൻ അരുതാത്തത് അല്ലേ? ആരോടും ഒന്നും പേടിക്കാനില്ലാത്തവൻ, അല്ലെങ്കിലും എന്താ പറയുക, ധർമ്മമാർഗത്തിൽ തെറ്റി നടക്കുന്നവർ ദുഷ്ടന്മാർക്ക് ആരെ പേടിക്കാനുള്ള, ആരെയും പേടിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ദുഷ്ടന്മാരായ ആളുകൾക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. യോഗമായാദേവിയുടെ വാക്കുകൾ കേട്ട ഭോജരാജാവായ കംസൻ തനിക്കുണ്ടായ അനുഭവങ്ങളെയൊക്കെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ രാജസദസ്സിൽ വെച്ചിട്ട് എല്ലാവരെയും അറിയിച്ചു. അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന രാക്ഷസന്മാരൊക്കെ ഈ കംസന് പ്രീതിയെ ഉണ്ടാക്കുന്നതിനായിട്ട് അപ്പോൾ മാത്രം ജാതരായ കുട്ടികളെയെല്ലാം ലോകം മുഴുവൻ ചുറ്റി നടന്ന് വധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വധിക്കുമ്പോൾ ഇപ്പോൾ മാത്രം ജനിച്ചിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാനും അതിൽ പെടും എന്നാണ് ഇവർ കരുതുന്നത്. അങ്ങനെ ആ ചുറ്റി നടക്കുന്ന നിർഭയന്മാരായിരിക്കുന്ന ഈ രാക്ഷസന്മാർക്കൊക്കെ യാതൊരു കൃപയുമില്ലാതെ ഇവർക്ക് എന്തെന്നെല്ലാമാണ് ചെയ്യാൻ അരുതാത്തത്, എല്ലാ അരുതാത്ത പ്രവൃത്തികളും അവർ ചെയ്തു എന്നർത്ഥം. പ്രഗേ പുനരഗാത്മജാ വചനമീരിത ഭൂഭുജ പ്രലംബഭഗപൂതന പ്രമുഖ ദാനവാ മാനിന ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രമുർനിർഭയാ കുമാരക വിമാരക കിമിവ ദുഷ്കരം നിഷ്കൃപൈ. തദപ്പശുഭമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ പ്രസൂതിശയനേശയേ രുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാ ജനൈസ്തനയ സംഭവേ ഘോഷിതേ
മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയാ പ്രസൂതിശയനേശയേ രുവതി കിഞ്ചിത് അഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈഃ തനയസംഭവേ ഘോഷിതേ മുദാ കിമു വദാമി അഹോ സകലം ആകുലം ഗോകുലം. തതഃ അനന്തരം പശുപമന്ദിരേ ആ അമ്പാടി ഗൃഹത്തിൽ ത്വയി മുകുന്ദ നന്ദപ്രിയ അങ്ങ് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് മുകുന്ദ മുക്തിയെ ദാനം ചെയ്യാൻ കഴിവുള്ളവൻ ആണ് മുകുന്ദൻ. അല്ലയോ മുക്തിയെ ദാനം ചെയ്യാൻ കഴിവുള്ള ഗുരുവായൂരപ്പ അങ്ങ് ഇപ്രകാരം ആ അമ്പാടിയിൽ എവിടെ നന്ദപ്രിയ പ്രസൂതിശയനേശയെ നന്ദഗോപരുടെ പ്രിയ പത്നിയായിരിക്കുന്ന യശോദയുടെ കിടക്കയിൽ ഇങ്ങനെ കിടക്കുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് രുവതി കിഞ്ചിത് അഞ്ജത്പദേ അവിടെ കിടന്ന് ഈ കുഞ്ഞ് കരയുകയാണ് കയ്യും കാലുവിട്ട് അടിച്ചുകൊണ്ട്. ആ സമയത്ത് വിബുദ്ധ്യ വനിതാജനൈഹി അവിടെ ഉണ്ടായിരുന്ന സ്ത്രീജനങ്ങളൊക്കെ ഇങ്ങനെ കുട്ടിയുടെ കരച്ചിൽ കേട്ടപ്പോൾ ആ കുട്ടി ഉണ്ടായി എന്നുള്ള ആ കാര്യം മനസ്സിലായി. അവർ തനയസംഭവേ ഘോഷിതേ കുട്ടിയുണ്ടായ വിവരം അവരെല്ലാവരോടുമായി അമ്പാടിയിൽ പറഞ്ഞു. മുദാ കിമു വദാമി അവർക്കെല്ലാം സന്തോഷത്തോടെയാണ് അവരെല്ലാം ഇതെല്ലാം പറഞ്ഞത്. അപ്പോൾ കിമു വദാമി ഇനി എന്തു പറയാനാണ് അവർക്കുണ്ടായ ആനന്ദത്തെക്കുറിച്ച്. സകലമാകുലം ഗോകുലം ആ ഗോകുലത്തിലുണ്ടായിരുന്നവരൊക്കെ വളരെ ആനന്ദമുള്ളവരായി ഭവിച്ചു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ബാലഗോപാല വേഷധാരിയായിട്ട് യശോദാദേവിയുടെ കിടക്കയിൽ കിടന്നുകൊണ്ട് കയ്യും കാലും വിട്ട് അടിക്കുന്ന ആ സമയത്ത് ഭഗവാന്റെ കരച്ചിൽ കേട്ടിട്ടാണ് അവിടെ ഉണ്ടായ സ്ത്രീജനങ്ങളൊക്കെ ഇങ്ങനെ കുട്ടി ഉണ്ടായി എന്നത് മനസ്സിലാക്കിയത്. കാരണം തലേനാൾ രാത്രി ഈ യോഗമായാദേവി ആകുന്ന പെൺകുട്ടിയാണ് ജനിച്ചത്. പക്ഷേ ഇവർ ആ സമയത്ത് എല്ലാവരും ആ യോഗമായാദേവിയുടെ വൈഭവം മായ കാരണം ഇവരൊക്കെ ഉറങ്ങിപ്പോയി. ഉണ്ടായ കുട്ടി ആണോ പെണ്ണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെയാണ് അവർ ഉറങ്ങിപ്പോയത്. അപ്പോൾ അവരൊക്കെ പിന്നീട് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അവർ കാണുന്നത് ഈ ശ്രീകൃഷ്ണ ഭഗവാനെയാണ്, ആ യോഗമായാദേവി അല്ല. അപ്പോൾ ഈ കുട്ടിയുണ്ടായ വിവരങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് എല്ലാവരോടും അവർ പറഞ്ഞ് അമ്പാടിയിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടായി എന്നാണ് പറയുന്നത്. തദപ്പശുപമന്ദിരേ ത്വയി മുകുന്ദ നന്ദപ്രിയ പ്രസൂതിശയനേശയേ രുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈസ്തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാഭിബന്ധ്യാദൃശ പുനസ്തനപരം നിജം സപതി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശാ ജഗതി പുണ്യവന്തോജിതാ. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തം അലം അന്തികേ പ്രഥമം ആഭിബന്ധ്യാദൃശ പുനഃ സ്തനപരം നിജം സപതി പായയന്ത്യാമുദാ മനോഹരതനുസ്പൃശാ ജഗതി പുണ്യവന്തോജിതാ. അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം തന്നെ. ഖലു യശോദയാ നവകളായ ചേതോഹരം നവകളായ ചേതോഹരം പുതിയ കായാമ്പു പോലെ സുന്ദരമായിരിക്കുന്ന ഭഗവാന്റെ ആ രൂപം ഭവന്തം അലം അന്തികേ ഭഗവാനെ ഇങ്ങനെ അടുത്ത് കിടന്ന് കാണാനായിട്ട് ഈ യശോദയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ്. പ്രഥമം ആഭിബന്ധ്യാദൃശ ആദ്യം ഭഗവാനെ യശോദ കണ്ണുകൊണ്ട് കുടിച്ചു. ആഭിബന്ധ്യ കുടിച്ചു എന്നാണ് പറയുന്നത്. അതായത് കണ്ണുകൊണ്ട് നോക്കി കണ്ടു, സന്തോഷമായി. എന്നിട്ട് പുനഃ സ്തനപരം നിജം സപതി പായയന്ത്യാമുദ അത് കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടുകൂടി ആ കുഞ്ഞിന് പാൽ കൊടുത്തു. മനോഹരതനുസ്പൃശ ഭഗവാന്റെ സുന്ദരമായ ആ ശരീരത്തെ സ്പർശിച്ച ആ യശോദാദേവി ആവട്ടെ ജഗതി പുണ്യവന്തഃ ജിതാഹ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ പുണ്യവാന്മാരെക്കാളും അധികം പുണ്യവതിയായി യശോദാദേവി ഭവിച്ചു. അപ്പോൾ ഉണർന്ന് കയ്യും കാലും ഇട്ടടിക്കുന്ന ആ ഭഗവാന്റെ രൂപത്തെ അല്ലെങ്കിൽ മനോഹരമായ ഭംഗിയെല്ലാം കണ്ട് വളരെ സന്തോഷമുണ്ടായി യശോദാദേവിക്ക്. കാണാൻ എന്തൊരു ഭംഗിയാണ്, ഒരു പുതിയ കായാമ്പൂവിൻ്റെ വർണ്ണത്തോടു കൂടിയിരിക്കുന്ന ഭഗവാൻ. ആ ഭഗവാനെ അടുത്ത് കിട്ടി
കാണാനായിട്ട് സാധിച്ചത്. എന്തൊരു ഭാഗ്യവതിയാണ് ഞാൻ എന്ന് ചിന്തിക്കുകയാണ് യശോദാദേവി. പിന്നീട് ആ കുഞ്ഞിന് പാല് നൽകിക്കൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി ഞാൻ എല്ലാ ഭാഗ്യവാന്മാരെക്കാളും ഭാഗ്യവതിയാണെന്ന് സ്വയം സന്തോഷിക്കുകയാണ് യശോദാദേവി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നവകളായ ചേതോഹരം എന്നാണ് ഭഗവാനെ വിശേഷിപ്പിക്കുക. പുതിയ കായാമ്പൂവിൻ്റെ മനോഹാരിതയോട് കൂടിയിരിക്കുന്നത്. ഇപ്പോൾ കായാമ്പൂ പറയുമ്പോൾ നമുക്ക് അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവം അല്ലേ, അരളിപ്പൂവിൻ്റെ ഒരു അനുഭവം അറിഞ്ഞു കാണും അല്ലേ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ അരളിപ്പൂ ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പൂവായാലും ഇലയായാലും കായായാലും ഒക്കെ ചെറിയ അളവിലാണെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നത് വിഷബാധ ഏൽക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ അരളി എന്ന് പറയുന്ന ചെടി വളർത്തുകയോ അതിൻ്റെ പൂവെടുക്കുകയോ ഇല കടിക്കുകയോ ഒന്നും ചെയ്യരുത്. വളർത്താതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഉള്ളതിനെ നശിപ്പിക്കാൻ പോകണ്ട. കാരണം നശിപ്പിക്കുമ്പോൾ ഇതിനടുത്ത് നിന്ന് അതിൻ്റെ ഗന്ധമേൽക്കാനും അല്ലെങ്കിൽ അതിനെ സ്പർശിക്കാനും ഒക്കെ ഇടവരും. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പോകണ്ട, നനയ്ക്കാതിരിക്കുക അല്ലേ, അത് താനേ അങ്ങ് ഉണങ്ങിപ്പോയിക്കോളും. ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാം അരളിപ്പൂവുള്ളത്. ഇപ്പോൾ ഹൈവേയിലൊക്കെ ഇഷ്ടംപോലെ വളർത്തിയിരിക്കുന്നത് അരളിപ്പൂവാണ്. പെട്ടെന്ന് വളർത്താൻ എളുപ്പമാണെന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് ആരൊക്കെ പറഞ്ഞ അരളിപ്പൂവിൻ്റെ വിഷമതകൾ കേട്ടിരുന്നതാണ്. ഇപ്പം ആ ഒരു കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാരണം ഇതാണെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ നല്ല നിലനിൽപ്പിന് വേണ്ടി അതിനൊക്കെ ഒഴിവാക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലമന്തികേ പ്രഥമമാഭിബന്ധ്യാദൃശ പുനസ്തനപരം നിജം സപതി പായയന്ത്യാമുദാ മനോഹരതനസ്പൃശ ജഗതി പുണ്യവന്തോജിതാ ഭവത്കുശലകാമ്യയാ സഖലു നന്ദഗോപസ്തദാ പ്രമോദപരസങ്കുലോ ദ്വിജകുലായ കിം നാദദാത് തദൈവ പശുപാലകാ കിമുന മംഗളം തേനിരേ ജഗത്ഹൃദയമംഗള ത്വമിഹ പാഹി മാമയാത് ഭവത്കുശലകാമ്യയാ സഹ ഖലു നന്ദഗോപഃ തദാ പ്രമോദപരസങ്കുലഃ ദ്വിജകുലായ കിം ന ആദദാത് തദാ ഏവ പശുപാലകാഃ കിമുന മംഗളം തേനിരേ ജഗത്ഹൃദയമംഗള ത്വമിഹ പാഹി മാം ആമയാത് ഭവത്കുശലകാമ്യയാ അങ്ങയുടെ, അതായത് അപ്പോൾ ഉണ്ടായിരുന്ന ആ കുട്ടിക്ക് നല്ലതുണ്ടാവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി സഖലു നന്ദഗോപഃ തഥാ ആ നന്ദഗോപര് അപ്പോൾ എന്താ ചെയ്തത്? പ്രമോദപരസങ്കുലഃ വളരെ സന്തോഷഭരിതനായിട്ട് ഈ നന്ദഗോപര് ദ്വിജകുലായ ബ്രാഹ്മണർക്കായിക്കൊണ്ട് കിം ന ആദദാത് എന്ത് തന്നെ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ധാരാളം ദാനങ്ങളെല്ലാം ബ്രാഹ്മണർക്കായിക്കൊണ്ട് നന്ദഗോപർ ചെയ്തു ഈ കുട്ടിക്ക് നല്ലത് വരുവാൻ വേണ്ടി. തഥായേവ പശുപാലകാഹ അപ്രകാരം തന്നെ ആ എന്താ പറയുക മാട്ടിടയന്മാർ, അമ്പാടിയിലുള്ള മറ്റുള്ള ഗോപാലകന്മാർ കിമുനമംഗളം തേനിരെ എന്തെല്ലാം മംഗളകർമ്മങ്ങൾ അവർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ധാരാളം മംഗളകർമ്മങ്ങൾ അവർ ഈ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയായിട്ട് ചെയ്തു. ജഗത്ഹൃദയമംഗള ഈ ത്രിലോകങ്ങൾക്കും മംഗളം നൽകുന്നവനായ അല്ലയോ ഗുരുവായൂരപ്പ ത്വം അങ്ങ് ഇഹ ഇവിടെ മാം എന്നെ ആമയാത് പാഹി എൻ്റെ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കണമേ എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്. അപ്പോൾ ഒരു കുട്ടിയുണ്ടായപ്പോൾ ആ സന്തോഷം കൊണ്ട് നന്ദഗോപര് ബ്രാഹ്മണർക്കായിട്ട് വളരെയധികം ദാനങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ സന്തുഷ്ടരായിരുന്ന ആ ഗോപാലകന്മാരെല്ലാം വളരെയധികം മംഗളകർമ്മങ്ങൾ ചെയ്തു ഈ കുട്ടിക്ക് എല്ലാ നന്മകളും ഉണ്ടാകുന്നതിനായി സങ്കല്പിച്ചുകൊണ്ട്. എന്നാൽ ഭഗവാനാവട്ടെ രോഗങ്ങൾക്ക് നന്മ നൽകുന്നവനാണ് ഭഗവാൻ. ആ ഭഗവാൻ എൻ്റെ രോഗങ്ങളെയൊക്കെ മാറ്റി എന്നെ രക്ഷിക്കണമേ എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. ഭവത്കുശലകാമ്യയാ സകലു നന്ദഗോപസ്തദാ പ്രമോദപരസങ്കുലോ ദ്വിജകുലായ കിം നാദദാ തദൈവ പശുപാലകാ കിമുന മംഗളം തേനിരേ ജഗത്ഹൃദയമംഗള ത്വമിഹ പാഹി മാമയാത്